സ്കൂളിലെ ശിരോവസ്ത്ര വിലക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. സ്കൂളിൽ ശിരോവസ്ത്ര വിലക്ക് നേരിട്ട് 8ാം ക്ലാസ് വിദ്യാർത്ഥിനി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ പഠനം അവസാനിപ്പിക്കുകയാണ്. വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണത്. കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നും സ്കൂളിൽ നിന്ന് TC വാങ്ങുകയാണെന്ന് രക്ഷിതാക്കൾ മീഡിയ വണ്ണിനോട് പറയുന്നു. വിഷയത്തിൽ ഇടപെട്ട സർക്കാരിനോടും വിദ്യാഭ്യാസ മന്ത്രിക്കുമൊക്കെ നന്ദി പറയുന്നുണ്ട് രക്ഷിതാക്കൾ. മതസൗഹാർദ്ദം തകരുന്ന ഒന്നും സമൂഹത്തിൽ ഉണ്ടാകരുതെന്നും PM അനസ് വ്യക്തമാക്കുന്നു. പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം ഇപ്പോൾ സമൂഹമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഈ കുട്ടിയുടെ 2 ദിവസമായി കുട്ടി പള്ളുരുത്തി സ്കൂളിൽ എത്തിയിട്ടില്ല. ഈ കുട്ടിയുടെ പിതാവ് PM അനസാണ് നമ്മൾ എന്നോടൊപ്പം ചേരുന്നത്. ഈ കുട്ടി 2 ദിവസമായി സ്കൂളിൽ എത്തിയിട്ടില്ല, ആരോഗ്യപരമായ പ്രശ്നമാണെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ് 2 ദിവസമായിട്ട് എത്താത്തത്? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടും ആളുകളുടെ വീട്ടിലുള്ള വരവും കണ്ടും എൻ്റെ മകൾക്ക് പേടിയും പനിയും വന്ന് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലും കൂടിയാണ് എൻ്റെ മകൾ. പിന്നെ മതാചാരപ്രകാരമുള്ള ഷോള് ധരിച്ച് സ്കൂളിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതിനോട് ഞാൻ ന്യായമായ ആവശ്യം ചോദിച്ചപ്പോൾ സ്കൂൾ അധികാരികൾ നിരസിക്കുകയും അതിനെതിരെ ഞാൻ വിദ്യാഭ്യാസ വകുപ്പിന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും ഞാൻ പരാതി സമർപ്പിക്കുകയുണ്ടായി, DDക്കും. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ അനുകൂലമായ ഒരു നിലപാട് എനിക്ക് തരികയും സർക്കാർ എല്ലാവിധത്തിലുള്ള ഇടപെടലുകളും നടത്തി DDൻ്റെ റിപ്പോർട്ടും എല്ലാം അനുകൂലമായിട്ട് പോലും എൻ്റെ മകൾക്ക് ആ സ്കൂളിൽ ഷോൾ ധരിച്ച് പോകുവാൻ അവിടുത്തെ മാനേജ്മെൻറ്റോ പിന്നെ സമൂഹമോ അനുവദിക്കാത്തൊരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് തീരുമാനം? കുട്ടി ഇപ്പോൾ 2 ദിവസമായിട്ട് ക്ലാസ്സിൽ വരുന്നില്ല. അപ്പോൾ എന്താണ് ഇനി തീരുമാനം? എന്താണ് ഇപ്പോൾ എൻ്റെ മകളോട് ഞാൻ പല ആവർത്തി സംസാരിച്ചു, അവിടെ പഠിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് മാനസികമായിട്ട് ആ സ്കൂളിൽ പോയി പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മകളുടെ തുടർ പഠനവും എൻ്റെ മകളുടെ ഭാവിയും ഉദ്ദേശിച്ചിട്ട് മറ്റു പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഇല്ലാതിരിക്കുവാനും മറ്റു സംഘർഷങ്ങളും സാധ്യതകളും നമ്മുടെ ജനപ്രതിനിധികൾ പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായിരുന്നു. അതനുസരിച്ച് മറ്റു സംഘർഷ സാധ്യതകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നാടിൻ്റെ സുരക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടി ഞാനും ഒരു പൗരൻ നിലക്ക് എൻ്റെ കർമ്മവുമാണ് നാടിൻ്റെ സുരക്ഷ. അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസത്തിന് മറ്റൊരു സ്കൂളിലേക്ക് പോകുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്.